ഈ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിക്കെതിരെ വീണ്ടും പരാതി ഉയർന്നു. പ്രസവത്തിൽ കുഞ്ഞിൻ്റെ കൈയുടെ ചലനശേഷി നഷ്ടപ്പെട്ടുവെന്ന് കുടുംബം പറയുന്നു. ഡോക്ടർ പുഷ്പയ്ക്കെതിരെയാണ് ആരോപണം. വാക്വം ഡെലിവറിയിലൂടെയാണ് കുഞ്ഞിനെ പുറത്തെടുത്തത്. 6 മാസങ്ങൾക്കുള്ളിൽ ഭേദമാകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും ഉറപ്പ് നൽകിയിരുന്നുവെന്നാണ് കുഞ്ഞിൻ്റെ പിതാവ് വിഷ്ണു 24 അല്പം മുമ്പ് പറഞ്ഞത്. 4:46 കൊച്ചു പ്രസവിച്ചത്. ഇത് വാക്യൂം ഡെലിവറി വഴിയാണ് കൊച്ചിനെ എടുത്തത്. ഇതിന്റെ കാര്യങ്ങളൊന്നും നമ്മളൊന്നും അറിയുന്നില്ല. കാര്യങ്ങളൊന്നും ഹൈ റിസ്ക് ബ്ലീഡിംഗ് ആയിരുന്നു. നല്ല ബ്ലീഡിംഗ് ഉണ്ട്. ഇതൊന്നും ഡിസ്ചാർജ് സമ്മറി പോലും ഇവരൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഇതൊന്നും സർജറി പോലും അല്ലാഞ്ഞിട്ട് ഇത്ര ഹൈ റിസ്ക് ബ്ലീഡിംഗ് ഉണ്ടായിട്ട് അവർ വീട്ടിൽ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് സ്റ്റിച്ച് പോലും കാണാതെ പകുതി സ്റ്റിച്ചിട്ടിട്ട് അവർ നേരെ വീട്ടിലോട്ട് പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ കൊച്ചിന്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞ് 3 മാസം ഇല്ലെ 6 മാസത്തിനുള്ളിൽ കൊച്ചിന്റെ കൈ റെഡിയാകും എന്ന് പറഞ്ഞു. ഉറപ്പ് പറഞ്ഞു കൈ റെഡിയാവും എന്ന് പറഞ്ഞു. കുഞ്ഞിന്റെ അവസ്ഥ ഇപ്പോൾ 3 മാസമാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കൈക്ക് സ്വാധീനമില്ല. അവന്റെ കൈ പൊക്കാൻ നേരത്തൊക്കെ വേദനയാണ്. മൊത്തം ഫുള്ള് വേദനയാണ്. ഡോക്ടർ പറയുന്നത് 3 മാസം വരെ നോക്കിയിട്ട് നടന്നില്ല എന്നുള്ള സർജറി ചെയ്യണമെന്നാണ്, സർജറിയിലോട്ട് പോകണമെന്നാണ് പറയുന്നത്. സർജറി ചെയ്താലും എത്രത്തോളം റിക്കവർ ആകും എന്ന് ഉറപ്പ് അവർക്ക് പറയാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. അസാധാരണ അംഗവൈകല്യങ്ങളുമായി കുഞ്ഞു പിറന്ന സംഭവം അന്വേഷിക്കാൻ ആരോഗ്യ പ്രതിനിധികൾ ഇന്ന് ആലപ്പുഴയിലെത്തും. കുഞ്ഞിനെ വിദഗ്ധ സംഘം ഇന്ന് പരിശോധിക്കും. അതേസമയം സംഭവത്തിൻ്റെ ഉത്തരവാദിത്വം ഡോക്ടർക്കെന്ന് ലാബ് ഉടമ പറയുന്നു. ലാബ് റിപ്പോർട്ട് പരിശോധിച്ച് മനസ്സിലാക്കേണ്ടത് ഡോക്ടേഴ്സാണെന്നും ശങ്കേഴ്സ് ലാബ് CEO മണികുമാർ 24 പറഞ്ഞു. നമുക്ക് എന്താണോ ഡോക്ടർ കുറിച്ചിരുന്നത്, ആ കുറിച്ചത് എന്താണോ ആ റിപ്പോർട്ട് അതേപോലെ തന്നെ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അപ്പോൾ ഡോക്ടർക്ക് നമ്മൾ കൊടുത്തു വിട്ടിട്ടുണ്ട്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഡോക്ടർ അത് പരിശോധിച്ച് കാണും. അതിൻ്റെ അടുത്ത ലെവൽ ഓഫ് എന്താണോ വേണ്ടത് അത് ഡോക്ടേഴ്സാണ് തീരുമാനിക്കേണ്ടത്. അത് ലാബറട്ടറി ഞങ്ങളുടെ സൈഡല്ല. സാധാരണഗതിയിൽ നമുക്ക് ഒരു തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാസീവായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആ കൺസൾട്ടൻ്റ് ഡോക്ടറുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇവരുടെ റേഡിയോളജിസ്റ്റും ഗൈനക്കോളജിസ്റ്റൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഡോക്ടർ ഇത് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് വലുതായിട്ടുള്ള ഒരു അബ്നോർമാലിറ്റീസും, അതായത് ഈ പറയുന്നത് പോലെ നമ്മൾ ഈ ഒരു കാര്യം പറയും, നമ്മൾ ചെയ്തത് 2D അനോമലിയാണ്. ഈ 2D അനോമലിക്കകത്ത് ചെയ്യുന്നതിന് ഒരു പരിമിതികളുണ്ട്. അതിൽ കിട്ടുന്ന റിസൾട്ടുകൾക്കൊക്കെ ഒരു പരിമിതികളുണ്ട്. ഒരു കാര്യം ഉറപ്പായിട്ടും നമുക്ക് ഈ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ റേഡിയോളജിസ്റ്റിനോട് ഞാൻ ചോദിച്ചപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വ്യക്തമാക്കി തന്നെ ഞങ്ങൾ റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് റേഡിയോളജിസ്റ്റ് പറഞ്ഞത്. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. മനീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് മെഡിക്കൽ ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഇന്ന് ആലപ്പുഴയിലെത്തി ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുമെന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. 11 മണിയോടുകൂടി ഈ കുഞ്ഞിനെയും കൊണ്ട് പറയുന്ന സ്ഥലത്തേക്ക്, ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കോ DMO ഓഫീസിലേക്കോ എത്തണമെന്ന കാര്യം ഈ കുഞ്ഞിന്റെ പിതാവിനെ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ പോലീസിന് ഈ ആശുപത്രിയിൽ കാണിച്ചത് മുതൽ, കൺസൾട്ട് ചെയ്ത സമയം മുതലുള്ള എല്ലാ ആശുപത്രി രേഖകളും പോലീസ് ഇന്നലെ ശേഖരിച്ചിട്ടുണ്ട്. നിലവിൽ 4 ഡോക്ടർമാരാണ് ഈ കേസിൽ പോലീസ് പ്രതി ചേർത്തിട്ടുള്ളത്. ഇതിപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഗൗരവതരമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ആരംഭിച്ചിട്ടുള്ളത്. എന്താണ് കുഞ്ഞിന്റെ പിതാവ് അനീഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്നലെ ഈ സംഭവം വലിയ വാർത്തയായിരുന്നു. ഏത് രീതിയിലാണ് സമീപിച്ചത് അവര്? നിലവിൽ എന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് KC വേണുഗോപാൽ MP എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും KC വേണുഗോപാൽ MP കൂടെ ഉണ്ടാവും. ഇപ്പൊ പുള്ളി പാർലമെന്റിലാണ് ഉള്ളത്. പുള്ളി വന്നിട്ട് വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ DCC പ്രസിഡന്റ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബന്ധപ്പെട്ട് ഏത് രീതിയിലാണ് കുഞ്ഞിനെ എവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുള്ളത്? അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് MCHൽ 11 മണിയാകുമ്പോഴത്തേക്ക് എത്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് തിരുവനന്തപുരത്ത് നിന്ന് മുഖ്യമന്ത്രിയും നമ്മുടെ ആരോഗ്യമന്ത്രിയുടെയും ടീം തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് കുഞ്ഞുമായിട്ട് അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഞാൻ വണ്ടാനം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ട്രീറ്റ്മെന്റ് ഇന്നലെ കുഞ്ഞിന് ട്യൂബ് മാറേണ്ട ദിവസമായിരുന്നു. ഫീഡിങ് കൊടുക്കുന്ന ട്യൂബ് മാറാനായിട്ട് വണ്ടാനം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഈ കുഞ്ഞിന്റെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ ഏത് സമയം ഈ കമിഴ്ന്ന് മാത്രമേ കിടക്കാൻ പറ്റുള്ളൂ? നിലവിൽ കുഞ്ഞിന്റെ അവസ്ഥ വളരെ വളരെ പരിതാപകരമായിരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഫീഡിങ് കറക്റ്റ് അല്ല. അമ്മയും കുഞ്ഞുമായിട്ടുള്ളൊരു അടുപ്പം എന്ന് പറയുന്നത് ആ അമ്മയുടെ ഫീഡിങ് മുല കുടിക്കുക എന്നുള്ളത് അത് ഇതുവരെ എൻ്റെ കുഞ്ഞിന് പറ്റത്തില്ല. കാര്യം അത് വളരെ ചെറുതാണ്. കുഞ്ഞിന്റെ നാക്ക് താഴ്ത്തോട്ട് ഇറങ്ങിപ്പോകും. അതുകൊണ്ടാണ് പിന്നെ കുഞ്ഞിനെ കമഴ്ത്തി കിടത്തിയിരിക്കുന്നത്. കമഴ്ത്തി കിടക്കുമ്പോഴത്തേക്ക് നാക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്നു. തിരിച്ച് പുറകിലോട്ട് കിടത്തുവാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ശ്വാസം എടുക്കാൻ പറ്റുകയില്ല.
വൈകല്യത്തെ പറ്റിയൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞാണ്. കുഞ്ഞിന്റെ കണ്ണും നാവും ഒക്കെ തന്നെ, വായു ഒക്കെ തന്നെ യഥാസ്ഥാനത്ത്, ചെവിയും ഒക്കെ യഥാസ്ഥാനത്തല്ല, നേരാവണ്ണം തുറക്കുകയില്ല. കുഞ്ഞിനെ മലർത്തി കിടത്തിയാൽ നാവ് ഉള്ളിലോട്ട് പോകുന്ന സാഹചര്യം, കൈയും കാലും ഒക്കെ തന്നെ വളഞ്ഞ നിലയിലാണ്. കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിലുള്ളപ്പോഴാണ് ഈ കുടുംബം ഇങ്ങനെ ഈ സ്കാനിംഗ് റിപ്പോർട്ടിലൊന്നും അത് നേരത്തെ അറിയാൻ സാധിച്ചില്ല. 5 മാസങ്ങൾക്ക് മുൻപേ ആയിരുന്നെങ്കിൽ നിയമപരമായി തന്നെ അബോർട്ട് ചെയ്യാനുള്ള അവകാശം ഇരിക്കുകയാണ്. 7 സ്കാനിംഗ് നടത്തിയിട്ടും വിദഗ്ധരായ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്തിട്ടും ഇത് അറിയാൻ സാധിച്ചിട്ടില്ല എന്ന കാര്യം. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഡോക്ടർമാർ ഒരു വാദം ഉന്നയിക്കുന്നു. അതായത് ലാബിനാണ് ഇതിന്റെ ഉത്തരവാദിത്വം, ലാബിലെ റേഡിയോളജിസ്റ്റാണ് ഇത്തരം വിവരങ്ങൾ, ഇത്തരം സ്കാനിങ്ങിൽ 2D അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാവുകയാണെങ്കിൽ അവരാണ് അത് വ്യക്തമാക്കേണ്ടത്. അവർക്ക് വന്ന പിഴവിന് ഡോക്ടർമാരെ പഴിക്കേണ്ട ആവശ്യമില്ല എന്നൊരു വാദം അതിന് DMO കൂടി ശരിവെക്കുന്നുണ്ട്. DMO കൊടുത്തിട്ടുള്ള പ്രാഥമിക റിപ്പോർട്ടിൽ കൂടി ഡോക്ടർമാരുടെ ഭാഗത്തല്ല തെറ്റ്, അത് ലാബിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയാണെന്നാണ്. പക്ഷേ മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ നമുക്ക് നേരത്തെ ബൈറ്റ് തന്ന ശങ്കേഴ്സ് ലാബിന്റെ CEO മണികുമാർ വ്യക്തമാക്കുന്നത്, റേഡിയോളജിസ്റ്റ് കൊടുക്കുന്ന വിവരങ്ങൾ അത് ഡോക്ടർ തരുന്ന കുറിപ്പടി അനുസരിച്ചാണ് അവർ വിവരങ്ങൾ കൊടുക്കുന്നത്. അതിൽ നിന്നും വായിച്ച് മനസ്സിലാക്കി എടുക്കേണ്ടതും ഈ റിസൾട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കൂടി മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം ഡോക്ടർമാരുടേതാണ്. അല്ലാതെ അതിന് ചികിത്സ നൽകേണ്ടതും അത് തിരിച്ചറിഞ്ഞ് ഇവരോട് മനസ്സിലാക്കേണ്ടതും ലാബല്ല എന്നൊരു വാദം. അങ്ങനെ 2 കൂട്ടർ, റേഡിയോളജിസ്റ്റും ഗൈനക് ഡോക്ടർമാരും തമ്മിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 വാദങ്ങൾ ഉന്നയിച്ച് പരസ്പരം പഴിചാരുകയാണ്. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർക്കാർ ഗൗരവതരത്തിലുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദഗ്ധ സംഘം ഇന്ന് ആലപ്പുഴയിലെത്തും. 11 മണിയോടുകൂടി കുട്ടിയെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിക്കാനാണ് അറിയിച്ചിട്ടുള്ള. മെഡിക്കൽ രേഖകൾ ഇതിനു മുൻപ് തന്നെ അവിടെ ഹാജരാക്കിയിട്ടുണ്ട്. SK. ഓക്കെ, മനീഷ് മൊഹിവാലാണ് വിവരങ്ങൾ നൽകിയത്.